നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മലബാറിൽ സമാധാനപരം. വടക്കൻ ജില്ലകളിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചില്ല. സിറ്റി സർവീസ് അടക്കം സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങി. ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായത്. ബാലുശ്ശേരി, പേരാമ്പ്ര, ഉള്ളേരി എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. കൂരാച്ചുണ്ടിൽ ഫെഡറൽ ബാങ്ക് ശാഖ പ്രതിഷേധക്കാർ അടപ്പിച്ചു. കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉള്ളേരിയിൽ വാഹനം തടഞ്ഞ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ അനീഷിനും പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലും സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. കാട്ടക് ജംഗ്ഷനിൽ വാഹനം തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടാതെ പയ്യന്നൂരിലും പഴയങ്ങാടിയിലും വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കാനും ശ്രമം നടത്തി. പാലക്കാടും മലപ്പുറത്തും ഹർത്താൽ ഭാഗികം. ദളിത് സംഘടനകൾ രാവിലെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. എന്നാൽ മിക്കയിടത്തും കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. 70% ബസ്സുകളും സർവീസ് നടത്തുന്നുമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്.